ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രീമിയർ ലീഗിൽ നടന്ന മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ബ്രൈറ്റൺ മത്സരം 2-2 എന്ന ഗോൾ സ്കോറിനാണ് സമനിലയിൽ അവസാനിച്ചത്. ഈ ഒരു മത്സരത്തോടു കൂടി പ്രീമിയർ ലീഗ് പോയിന്റ് ടേബിൾ 48 പോയിന്റുമായിട്ട് മാഞ്ചസ്റ്റർ സിറ്റി 5-ാം സ്ഥാനത്തും 47 പോയിന്റുമായിട്ട് ബ്രൈറ്റൺ 7-ാം സ്ഥാനത്തുമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. സിറ്റിക്ക് വേണ്ടി എർലിംഗ് ഹാലൻഡാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം വിൻ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എത്ര പഠിച്ചിട്ടും എന്തുകൊണ്ടാണ് പെപ് ഗാർഡിയോള യാതൊരു വിധത്തിലുള്ള റീതിങ്ക് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. നിക്കോളാസ് ഗോൺസാലസ് DMF ഓർ CMF റോള് കളിക്കുന്ന പ്ലെയറാണ്. യാതൊരു വിധത്തിലുള്ള ഒരു ക്വാളിറ്റിയും സിറ്റിയിൽ കളിക്കേണ്ട ഒരു പ്ലെയറായിട്ടേ എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് ആരെയും കിട്ടാത്തത് കൊണ്ട് എങ്ങനെയൊക്കെയോ ഒരുപാട് സൈനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വന്നതിൽ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഇത്രയും ഈ ഓൾമോസ്റ്റ് ഒരു 10 മാച്ചിന് മുകളിൽ കളിച്ചിട്ടുണ്ടാവും. വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റും ഇതുവരെ വന്ന ന്യൂ സൈനിങ്ങിൻ്റെ ഭാഗത്ത് നിന്നും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു മത്സരത്തിൽ ആദ്യ ഹാഫിലേക്ക് വരുന്ന സമയത്തല്ലേ എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നു. സിറ്റിയുടെ ഒരു പഴയ സിറ്റി കളിക്കുന്നതും ഇപ്പോൾ നിലവിലെ സിറ്റി കളിക്കുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഒരു റോഡ്രി പോയത് കൊണ്ട് ഓക്കെ ഇങ്ങോട്ടേക്ക് ഗോൾ വാങ്ങിക്കും, കാരണം DMF റോളിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് റോഡ്രി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു റോഡ്രി മാത്രമാണോ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ അറ്റാക്കിങ്ങിലും ഇനിയിപ്പോൾ സെൻറ്റർ ബോക്സിലൊക്കെ വന്നിട്ട് നിൽക്കുന്നത് റോഡ്രി തന്നെയാണോ എന്ന് ചിന്തിപ്പിക്കാവുന്ന തരത്തിലാണ് ഒരുപാട് സിറ്റി ഫാൻസ് പറയുന്നത് റോഡ്രി ഓക്കെ ഡിഫെൻസീവ്ലി വളരെ വീക്കായിരിക്കാം, പക്ഷേ എല്ലാ പൊസിഷനിലും നോക്കുന്ന സമയത്ത് ഈ റോഡ്രി മാത്രമാണോ സിറ്റിക്ക് വേണ്ടി കളിക്കുന്നതെന്ന് ചിന്തിച്ച് പോകും ഇവർ ഇത് പറയുന്ന ആ ഒരു സമയത്ത്. എനിക്ക് ഒന്നാമതെടുത്ത് പറയുന്നത് ഡിബ്രോയിൻ്റെ ആ ഒരു ഫോമില്ലായ്മ വളരെ വളരെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഡിബ്രോയിൻ്റെ ഒരു സൊല്യൂഷൻ നിലവിൽ സിറ്റി സ്ക്വാഡിലില്ല. അതുമാത്രമല്ല, ഇതിനു മുമ്പേ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഹൂലിയൻ ആൽവരസിൻ്റെ ഒരു മിസ്സിങ് വളരെ മേജറായിട്ടുള്ളൊരു മിസ്സിങ് ആണ്. അതിനും പെപ്പിൻ്റെ ഒരു വലിയൊരു മണ്ടത്തരം തന്നെയാണ്. ഇതുപോലെ ഒരു പ്ലെയറിനെ എനിക്ക് തോന്നുന്നു ഹാലൻഡായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് വീക്കായിട്ട് പറയാനുള്ളത് ഹെഡിങ്, അതുപോലെ ഫിസിക്കലി ഒരിക്കലും ഹാലൻഡായിട്ട് കമ്പയർ ചെയ്യാൻ ആൽവരസിന് സാധിക്കില്ല. പക്ഷേ ബാക്കി ഒരുപാട് സ്റ്റാറ്റ്സ് നോക്കുന്ന സമയത്ത് ആൽവരസ് ഹാലൻഡിന് മുകളിൽ തന്നെയാണ് എന്ന് തന്നെയാണ് ഗൈസ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഇനി എത്ര ഇപ്പോൾ അത്ലറ്റിക്കോ അതുപോലെ അർജൻറ്റീന ടീമിൽ നോക്കുന്ന സമയത്തും ഹാലൻഡിനെയൊക്കെ ലോക്ക് ചെയ്യണം എന്ന് ഏതെങ്കിലും ഒരു 2 പ്ലെയർ ഏത് പൊസിഷനിൽ കളിക്കുന്ന പ്ലെയർ ആയിക്കോട്ടെ ലോക്ക് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഈസി ആയിട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ ആൽവരസ് എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ എത്ര വലിയ രീതിയിൽ ലോക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും പുള്ളിക്കാരൻ്റെ പ്ലാൻ ബി പ്ലാൻ സി എല്ലാം ഓൾറെഡി ഉണ്ട്. ആ ഒരു ഗെയിം പ്ലേയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു അത്ലറ്റിക്കോ മാൻ സിറ്റി മത്സരത്തിൽ മാത്രമല്ല, ഒരുപാട് വലിയ വലിയ ഡിഫൻസിനെ വലിയ രീതിയിലുള്ള ഒരു തലവേദന സൃഷ്ടിച്ച ഒരു പ്ലെയർ തന്നെയാണ് ഹൂലിയൻ ആൽവരസ്. ഇപ്പോഴും സിറ്റി ഫാൻസ് ഈ ഒരു പ്ലെയറിനെ കുറിച്ചിട്ട് റോഡ്രിയൊക്കെ ഇനിയിപ്പോൾ നെക്സ്റ്റ് സീസൺ ഓൾറെഡി ട്രെയിനിങ് ഒക്കെ തുടങ്ങിയെന്നാണ് പറയുന്നത് കേട്ടത്. ഈ ഒരു സീസൺ കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി വന്നിട്ടും കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത എന്ന് പറയുന്നത് സിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ടോപ്പ് ആകെ കൺഫേം ആയിട്ടുള്ളത് ലിവർപൂൾ അതുപോലെ ആർസണൽ മാത്രമാണ് നെക്സ്റ്റ് സീസൺ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടുമെന്ന് കൺഫേം ചെയ്ത് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനുശേഷം വരുന്ന നോട്ടം ഫോറസ്റ്റ് ആയാലും ചെൽസി ആയാലും സിറ്റി ആയാലും സിറ്റിക്ക് താഴെ വരും ആസ്റ്റൺ വില്ല, ബ്രൈറ്റൺ, അതുപോലെ ന്യൂകാസൽ യുണൈറ്റഡ്. വെറും 2-3 പോയിന്റ് ഡിസ്റ്റൻസ് മാത്രമാണ് ഇത്രയും ഒരു ടോപ്പ് 7 നോക്കുന്ന സമയത്ത് നിലവിലുള്ളത്. ഈ ഒരു സമയത്ത് ഈ ഒരു മത്സരം സമനിലാവുക എന്ന് പറയുന്നത് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തീരാനഷ്ടം തന്നെയാണ്. നെക്സ്റ്റ് സീസൺ എന്താകും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയാണ് സിറ്റി പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നെക്സ്റ്റ് സീസൺ ചാമ്പ്യൻസ് ലീഗ് ഡിസേർവ്ഡ് അല്ല എന്ന് വിചാരിക്കുന്നതായിരിക്കും. പെപ്പ് റീസെൻ്റ്ലി പറഞ്ഞ പോലെ അവസാന കളിച്ച ഇൻ്റർവ്യൂവിൽ ആൽവരസിൻ്റെ ആ ഒരു പെനാൾട്ടിനെ കുറിച്ചൊക്കെ ആ ഒരു ഗെയിം പ്ലേനെ കുറിച്ചുള്ള സംസാരിക്കുന്ന സമയത്ത് പെപ്പ് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഡിസേർവ്ഡ് അല്ല, അതുകൊണ്ട് നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ
വെറും എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു പറയുന്നല്ല, അതിനുള്ള സൊല്യൂഷൻ എന്താണ്? ഒരു പ്ലെയറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു സ്ക്വാഡ് ഒരിക്കലും ബിൽഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വലിയൊരു ഉദാഹരണമാണ് ഈ ഒരു സീസണിൽ പെപ്പ് കാണിച്ചു തന്നത്. പെപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ ഫാൻസുകാരും അക്സെപ്റ്റ് ചെയ്ത ഒരു കോച്ചാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് കോച്ച് എന്ന് പറയുന്ന സമയത്ത് നിലവിൽ പെപ്പാണ് എന്ന് തന്നെയാണ് എല്ലാവരും നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പെപ്പ് ഒന്നുമല്ല പെപ്പ് ഈ ഒരു സീസണിൽ കാണിച്ചു തന്നു. വേറൊരു കാര്യം, പെപ്പിനെ സംബന്ധിച്ചിടത്തോളം പെപ്പിന് വേണ്ട ഒരു സ്ക്വാഡ്, ഇനി എത്ര വലിയ പ്ലെയർ ആയാലും പെപ്പ് പറയുന്ന ആ ഒരു പ്ലെയറിനെ ആ ഒരു സ്ക്വാഡിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ പെപ്പ് ആ ഒരു റിസൾട്ട് ഉദ്ദേശിച്ച ആ ഒരു റിസൾട്ട് ടീമിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഷാബിയൊക്കെ കാണിച്ച പോലത്തെ ഒരു മാസം ഒന്നും ഒരിക്കലും പെപ്പിനെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ പോർട്ടോക്ക് വേണ്ടി ചാമ്പ്യൻസ് ലീഗ് നേടിക്കൊടുത്ത ഹോസെ മൗറിനോ ആയിട്ടുള്ള കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇപ്പോൾ ആൾ വളരെ ഡൗൺ ആണ്, പക്ഷേ പുള്ളിക്കാരനൊന്നും കാണിച്ച ഓരോ മാസമൊന്നും പെപ്പിനെ കൊണ്ട് അതിന് ഒരിക്കലും സാധിക്കുകയും ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അതുപോലെ സിദാനായാലും റയൽ മാഡ്രിഡ് കളിക്കുന്ന സമയത്ത് കോച്ചായി നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് ഇഞ്ചുറീസ് വന്ന സമയത്തും അത് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് സിദാനിലായാലും കാർലോ ആസ് എ റയൽ മാഡ്രിഡ് ഫാൻ എനിക്ക് കാർലോയിൽ വലിയ രീതിയിലുള്ള താല്പര്യം കൊണ്ടുവന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പുള്ളിക്കാരൻ നാപ്പോളിയിലുള്ള സമയത്തും അതുപോലെ നാപ്പോളിയിൽ നിന്ന് എവർട്ടണിലേക്ക് വന്നത് വലിയ രീതിയിലൊരു ചർച്ച ചെയ്യപ്പെടാത്ത പോയ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു കോച്ചിനെയാണ് പെരസ് റയൽ മാഡ്രിഡിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഒരുപാട് വിമർശനം എന്നൊക്കെ പറഞ്ഞ പീക്ക് ലെവൽ വിമർശനം ഉണ്ടായിരുന്നു. എന്തിന്, വൈ എന്നും. കാരണം അത്രയും ഒരു വലിയ രീതിയിലുള്ള അത്രയും ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എന്തിനാണ് കാർലോനെ എന്തിനാണ് റയൽ മാഡ്രിഡിൽ കൊണ്ടുവരുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെയുള്ള മറുപടി പുള്ളിക്കാരൻ തന്നെ കൊടുത്തു. ഇപ്പോൾ ഈ പറഞ്ഞ കോച്ച് പോലെ ഇപ്പോൾ അലോൺസോ അതുപോലെ സിദാനൊക്കെ പറഞ്ഞ പോലെ ആ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റിയ ഒരു കോച്ച് തന്നെയാണ്. ഇപ്പോൾ സിറ്റിക്കെതിരായുള്ള മാച്ചിലായാലും അതിന് മുമ്പത്തെ സീസണിലായാലും ഒരുപാട് വലിയ താരങ്ങൾക്ക് ഇഞ്ചുറി പറ്റിയിട്ടും ഇപ്പോൾ സിറ്റി നിൽക്കുന്ന ആ ഒരു പൊസിഷനിലേക്ക് ഇതുവരെ കാർലോ പോയിട്ടില്ല. അവിടെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോച്ചിൻ്റെ ഒരു ബ്രില്യൻസ് എന്ന് പറയാനുള്ളത്. അപ്പോൾ ഗൈസ്, സിറ്റീൻ്റെ അവസ്ഥ ഇനി എന്താകും എന്ന് കാത്തിരുന്ന് കാണാം. എനിക്ക് ഈ ഒരു മത്സരം ഡുക്കുവായാലും വലിയ രീതിയിലുള്ളൊരു അത്യാവശ്യം ഒരു ക്വാളിറ്റി പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ പിന്നെ ബ്രൈറ്റനെ കുറിച്ച് പറയുന്ന സമയം അത്യാവശ്യം എന്താ പറയുക, ഡിഫെൻസീവ്ലി വെൽ സ്ട്രോങ് ആയിട്ടുള്ള ടീമായിരുന്നു. അതുപോലെ ഒരു മിഡ് ബ്ലോക്ക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു മത്സരത്തിൽ അവർ ടാക്ടിക്കലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കംപ്ലീറ്റ്ലി വാക്കായിന്നൊന്നും പറയാനില്ല. ഒരു 2 ഗോൾ സ്കോർ ചെയ്തു, അവരും 1 ഓൺ ഗോൾ ആയിരുന്നു. 2-2 എന്ന രീതിയിൽ സമനിലയിൽ കലാശിച്ചു. എന്തായാലും നെക്സ്റ്റ് സീസൺ സിറ്റി ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗിൽ എന്തായാലും സിറ്റി കളിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി വരാൻ പോകുന്നതും വളരെ വളരെ വലിയ ബിഗ് മാച്ചസ് ആണ് ഗൈസ് വരാൻ വേണ്ടി പോകുന്നത്. ഇനിയെങ്കിലും പെപ്പ് ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ കാണിക്കുകയില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.